പുതിയ നിയമനങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പാടില്ല എന്നും പ്രശ്നത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടാൻ തന്നെ കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. വിശദമായിട്ട് വാദം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ശരിയായ ദിശാബോധത്തിലേക്ക് തന്നെ കോടതി വഖഫ് ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ച് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഏതായാലും ഇടക്കാല വിധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തോന്നിയാസപരമായ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള ഇടപെടലിൽ ഫലപ്രദമായ ഒരു പ്രതിരോധമാണ് കോടതി തീർത്തിട്ടുള്ളത്. അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഭരണകൂട സംവിധാനത്തിൻ്റെ തന്നെ ഭാഗമാണല്ലോ ജുഡീഷ്യറിയും. അപ്പോൾ ജുഡീഷ്യറി ഫലപ്രദമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ പിന്നെ അത് നവഫാസിസം പൂർണ്ണമായി കൃത്യമായി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ വരിക. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് ജനങ്ങൾക്കൊപ്പം ജനാധിപത്യ ശക്തികളോടൊപ്പം കോടതി കൂടി ജുഡീഷ്യറി കൂടി ഫലപ്രദമായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. അല്ല, അതിൽ ഇടപെടാൻ തന്നെയാണല്ലോ മുമ്പേ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഇടപെടും. അത് മുഖ്യമന്ത്രി തന്നെ ഇടപെടും, ഗവൺമെൻറ് പൂർണ്ണമായിട്ട് ഇടപെടും. അവിടെയുള്ള താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതിൽ ജാതിയോ മതമോ ഒന്നും നോക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അതുപോലെ തന്നെ നവീൻ ബാബു കേസിൽ സുപ്രീം കോടതി ഭാര്യ സമർപ്പിച്ച ഹർജി ഇപ്പം തള്ളിയിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരാഴ്ചയ്ക്കകം രേഖാമൂലം മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി സമയം നൽകിയിരിക്കുന്നു. അതിനിടെയാണ് ഇടക്കാല ഉത്തരവ് കൂടി കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല വഖഫ് ഭൂമി, കൂടാതെ നിയമനങ്ങൾ പാടില്ല എന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് താത്കാലിക ആശ്വാസമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയാണ്. പ്രതീക്ഷയുണ്ട്, കാത്തിരിക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടപെടൽ ശ്ലാഘനീയമാണ് കോടതിയുടേത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.